ജൂൺ 15 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഏത് നിങ്ങളുടെ വലിയ ശക്തിയാക്കുക എന്ന തലക്കെട്ടോടു കൂടിയാണ്. രണ്ടാമത്തെ പടിയുടെ ലേഖനമാണ്. ഇപ്പോൾ എന്നെപ്പോലൊരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും കുഴപ്പം ഏതാണ്ടൊക്കെ പറ്റിയിട്ടുണ്ട് എന്നല്ലാതെ പരിപൂർണമായിട്ടും എനിക്ക് കുഴപ്പം പറ്റിയെന്ന് അംഗീകരിക്കാനോ ഒരു മാറ്റം എനിക്ക് ഉണ്ടാവണമെന്ന് അംഗീകരിക്കാനോ മറ്റുള്ളവരെ കേൾക്കാനോ ഞാനെന്ന മദ്യാസക്തൻ തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ പറയുകയാണ്, വലിയ ശക്തിയായിട്ട് ദൈവമോ ദൈവത്തിനെ കുറിച്ച് പറയുമ്പോഴോ ഇത് പ്രവർത്തിക്കേണ്ടതാണ് രണ്ടാമത്തെ പടി എന്ന് പറയാറുണ്ട്. ഏതൊരു കാര്യത്തിലും ഇപ്പോൾ സ്വഭാവ ദൂഷ്യം മാറ്റുന്ന കാര്യമായിക്കോട്ടെ, മദ്യപാനം നിർത്തുന്ന കാര്യമായിക്കോട്ടെ, പ്രവർത്തിക്കണല്ലോ. ദൈവത്തെക്കുറിച്ച് വാചാലമായിട്ട് കാര്യമില്ല. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിനെ വലിയ ശക്തിയായിട്ട് മാറ്റുമ്പോൾ എന്താണ്, എത്രയോ പേര് നമ്മുടെ മുന്നേ മദ്യപിക്കാതെ ഈ കൂട്ടായ്മയിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ ആ കൂട്ടായ്മയിൽ കടന്നുപോയ ആളുകളുടെ അനുഭവങ്ങൾ തന്നെയാണ് നമ്മുടെ ബിഗ് ബുക്കും 12 അടക്കമുള്ള സാഹിത്യങ്ങൾ. അപ്പോൾ അവർ മദ്യം മാറ്റി നിർത്താനായിട്ട് ചില നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ നടപടിക്രമങ്ങളെ പരീക്ഷിച്ചറിയാനോ അല്ലെങ്കിൽ അതിനെ നോക്കാനോ നമ്മൾ തയ്യാറായിട്ടില്ല. പരിപൂർണമായിട്ട് കേൾക്കില്ല. ചില കാര്യങ്ങളിലൊക്കെ ഏതാണ്ട് നമുക്ക് പറ്റിയെന്ന് നമ്മൾ സമ്മതിക്കുകയും മറ്റേതൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. പലപ്പോഴും മൂന്നാമത്തെ പടി ജീവിതത്തിൽ കടന്നു വരികയില്ല. കാരണം ഞാനാണ് എല്ലാം ഡയറക്റ്റ് ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. മദ്യം നിർത്താനായിട്ട് സാധിക്കാതെ വരുമ്പോൾ മുന്നേ കടന്നുപോയ ആളുകൾ അവർക്ക് ആത്മീയ രോഗമുണ്ട് എന്ന് പറയുകയാണ്. ആദ്യത്തെ പെഗ് അടിച്ചാലാണ് മദ്യം പ്രശ്നമായി വരുന്നത്. ആദ്യത്തെ പെഗ് എടുക്കാതിരുന്നാൽ പോരെ. എത്ര വലിയ കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യത്തെ പെഗ് എടുക്കുന്നത്? ആദ്യത്തെ പെഗ് എടുക്കാതിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നിയന്ത്രിക്കാനായിട്ട് എന്നെപ്പോലൊരു മദ്യാസക്തനെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രശ്നപരിഹാരം കണ്ടെത്തിയ ആളുകളെ കേൾക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്താണ്? ഏതാണ്ട് ചില കുഴപ്പങ്ങൾ പറ്റിയെന്നുള്ള പരിപൂർണമായ പരാജയം സമ്മതിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിനെ അങ്ങനെ വലിയ ശക്തിയായിട്ട് മാറ്റുമ്പോൾ മദ്യപാനാസക്തി എന്ന രോഗത്തിന് പരിഹാരം കണ്ടെത്തിയ മനുഷ്യർ അവർ നമ്മുടെ മുന്നിൽ വെക്കുന്ന ആ ജീവിതമാർഗത്തെ പരിപൂർണമായിട്ട് എടുക്കാൻ പറ്റും. അതിന് നമുക്ക് ന്യായങ്ങളോ നമ്മൾ കാര്യങ്ങളോ പറയില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പോലെ മറ്റുള്ളവർ ചെയ്യണം എന്നുള്ള വാശികൾ നമ്മൾ പിടിക്കില്ല. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് ബലം തരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഖണ്ഡികയിൽ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു, എന്തിനാണ് ഞാൻ ഏയിൽ നിൽക്കുന്നത്? ഏനെ എവിടെയാണ് പ്രവർത്തിക്കേണ്ടത്? കുടിക്കാതെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എനിക്ക് കുഴപ്പമുണ്ടോ? ആ കുഴപ്പങ്ങൾ മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? അതായിരുന്നു എൻ്റെ പ്രശ്നം. എന്താ, ഞാൻ എന്തിനാ അതിൽ വന്നത്? എന്തിനാ ഞാൻ നിൽക്കുന്നത്? എങ്ങനെയാണ് നീ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് എനിക്കറിയണ്ടേ? അതിനാണ് പറഞ്ഞത് വാദപ്രതിവാദങ്ങൾ നിർത്തുക. വാദപ്രതിവാദങ്ങൾ നിർത്തി ജയിക്കാനോ വാദിക്കാനോ സാധ്യമല്ല മറ്റുള്ളവരുമായിട്ട്. എനിക്ക് എന്താണ് മുന്നേ കടന്നുപോയ ആളുകളിലെ ഏറ്റവും നല്ല മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുക. കണ്ണും പൂട്ടി അന്ധമായിട്ട് അനുകരിക്കുക, അവരുടെ പിന്നാലെ നടക്കുക എന്നതായിരുന്നില്ല. അതല്ലാതെ ഏതാണ്ട് ചില കാര്യങ്ങൾ മാത്രം എടുക്കുക, ചിലതിലൊക്കെ വിട്ടിട്ട് എൻ്റെ ബുദ്ധിയിൽ തന്നെ പ്രവർത്തിക്കുക, കുടി നിർത്തി ബാക്കി കാര്യങ്ങളിലൊന്നും വേണ്ട എന്നുള്ള ആ മനോഭാവം അതുമല്ല. വീട് വൃത്തിയാക്കുമ്പോൾ ഒക്കെ പരിപൂർണമായിട്ടുള്ള വൃത്തിയാക്കൽ തന്നെയാണ്. വൺ സൈഡ് മാത്രമല്ല. ഏതെങ്കിലും ഒരു ന്യായം ഉണ്ടാക്കിയിട്ട് എനിക്ക് മാത്രം ആ ന്യായം അങ്ങ് യോജിച്ചു പോകുന്നൊന്നുമല്ല. കാരണം ഞാൻ എൻ്റെ സെൽഫിഷായിട്ടുള്ള ആ സെൽഫ് സെൻറ്റേർഡ്നെസ്, ഞാനെന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയിട്ട് ലോകം നിൽക്കുന്നതായിട്ട് തോന്നുന്നോണ്ടാ മറ്റുള്ളവരെ അംഗീകരിക്കാനായിട്ട് എനിക്ക് പറ്റാത്തതിൻ്റെ കാരണം, എനിക്ക് ഏടെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പറ്റാത്തതിൻ്റെ കാരണം. മീറ്റിങ്ങിന് പോവും, യാന്ത്രികമായിരിക്കും, ബാക്കി പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞത് വാദപ്രതിവാദങ്ങൾ നിർത്തുക. നിനക്ക് എന്താണ് വേണ്ടത്? നീ എവിടേക്കാണ് പോകുന്നത്? നീ എന്താണ്? നിന്റെ ദുർബലതകൾ അംഗീകരിച്ചോ? പരിപൂർണമായ പരാജയം നീ സമ്മതിച്ചോ? ഏതൊക്കെ ഭാഗങ്ങളിലാണ് നിനക്ക് കുഴപ്പമുണ്ടായിട്ടുള്ളത്? ആ കുഴപ്പങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സ്വാഭാവികമായിട്ട് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ആ സ്വാഭാവികമായ ആഗ്രഹങ്ങൾ എന്നെ കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് തിരിച്ചറിയുമ്പോൾ കഠിനമായ ഇച്ഛയുണ്ടാകണം. ആദ്യമായ ഇച്ഛ അവിടെ ഉപയോഗിക്കണം. ഇച്ഛാശക്തി ഉപയോഗിക്കേണ്ട മേഖല അതാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വഭാവ ദൂഷ്യങ്ങളും മറ്റു കാര്യങ്ങളും മാറ്റാനുള്ള സ്ഥലത്താണ് പൂർണ്ണമായിട്ട് ഇത് ഉപയോഗിക്കേണ്ടത്. ആദ്യം എനിക്ക് ആഗ്രഹം ഉണ്ടായിത്തീർന്നു. ആ ആഗ്രഹം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? ഞാൻ പ്രവർത്തിക്കണം. അമിതമായിട്ടുള്ള ഭക്ഷണം കഴിപ്പ് എൻ്റെ ശരീരത്തെ നശിപ്പിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുകയാണ്.
എത്ര ഫാറ്റി ആയിട്ടുള്ള ഫുഡ് അത് കഴിച്ചിട്ട് എനിക്ക് സന്തോഷമൊന്നും കിട്ടുന്നില്ല. എന്നാൽ അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് ദുഃഖം ഉണ്ടാവുന്നുണ്ട്, കൂടുതലായിട്ടും എനിക്ക് സന്തോഷം കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാം? ഇത് തെറ്റാണെന്ന് അറിഞ്ഞാൽ ഇത് നിർത്താനുള്ള പ്രവണത ഉണ്ട്. ആ മേടിക്കേണ്ട അവസരത്തിനെ മറികടന്ന് പോകണം, എൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. അത്തരത്തിലാണ് ഓരോ കാര്യങ്ങളിലും ഈ മാറ്റം വരുത്താനുള്ള തയ്യാറെടുപ്പ്. അതിനെന്താണ്? അവിടെ മുന്നേ കടന്നുപോയ ആളുകളെ, ലിറ്ററേച്ചർ അടക്കമുള്ളത് എല്ലാം പഴമക്കാരായ മനുഷ്യരുടെയാണ്. അവിടെ പറയാറുണ്ട്, വാദപ്രതിവാദങ്ങൾ നിർത്തിയ ശേഷം നമുക്ക് കാണാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും മേയുടെ ഫലങ്ങളെ. പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണം. സൗമ്യമായും വളരെ ക്രമേണയായിട്ട് രണ്ടാമത്തെ പടിയെ ജീവിതത്തിലേക്ക് ഇറങ്ങാനായിട്ട് നമ്മൾ സമ്മതിക്കണം. ആ ഒരു ഓർമ്മപ്പെടുത്തലും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള ധാരണയുമാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയും തത്വങ്ങളുടെ മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.